ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിക്കാറുണ്ടല്ലേ. എന്നാൽ ഗൂഗിൾ സ്റ്റോറേജ് സ്പേസ് കിട്ടാൻ നമുക്ക് ഗൂഗിൾ ക്രോം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഇത് കാരണം നമുക്ക് ഗൂഗിൾ സ്റ്റോറേജ് സ്പേസ് കിട്ടാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോ ഡീറ്റെയിലായി നോക്കാം. ഓക്കെ, വീഡിയോയിൽ പോകുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഗൂഗിൾ ക്രോം ഒന്ന് ക്ലീൻ ചെയ്താൽ നമുക്ക് ഗൂഗിൾ സ്പേസ് കിട്ടാൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ ക്രോം എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അടുത്തതായി ടോപ്പ് റൈറ്റ് സൈഡിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിന് സമീപത്തായി ഒരു ടാബ് സിമ്പൽ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടാബിൻ്റെ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജ് നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ വെബ്സൈറ്റിൻ്റെയും ടാബ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഓരോന്നായി സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ടോപ്പിൽ 3 ഡോട്ട് സിമ്പൽ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ആൾ ടാബ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് എല്ലാ ടാബും നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ടാബ് ഡിലീറ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഗൂഗിൾ സ്റ്റോറേജ് സ്പേസ് ഫ്രീ ആകുന്നതായിരിക്കും. അടുത്തതായി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അടുത്തതായി ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് സിമ്പൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈ കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി സെറ്റിംഗ്സ് പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനായ ആൾ സൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജ് നോക്കുമ്പോൾ നമുക്കിവിടെ കുക്കീസ് എല്ലാം ഓപ്പണായി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഓരോന്നായി ഡിലീറ്റും ചെയ്യാം. അല്ലെങ്കിൽ മുകളിൽ ഡിലീറ്റ് ബ്രൗസിംഗ് ഡേറ്റ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇത് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഡിലീറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ഗൂഗിൾ സ്റ്റോറേജ് സ്പേസ് ഫ്രീ ആകുന്നതായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അടുത്തതായി സൈറ്റ് സെറ്റിംഗ്സ് പേജ് ഒരിക്കൽ കൂടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്ന ഓപ്ഷൻ എനേബിളിലിരുന്നാൽ ഡിസനേബിൾ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്ന ഓപ്ഷൻ എനേബിളിലിരുന്നാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ചില വെബ്സൈറ്റുകൾ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിരിക്കും. ഈ ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്ന ഓപ്ഷൻ ഡിസനേബിൾ ചെയ്യുന്നത് കാരണം ചില വെബ്സൈറ്റുകളുടെ ബാക്ക്ഗ്രൗണ്ട് റണ്ണാകാൻ ചാൻസ് കുറയുന്നതായിരിക്കും. ഇത് കാരണം ഗൂഗിൾ സ്റ്റോറേജ് സ്പേസ് ഫ്രീ ആകുന്നതായിരിക്കും. ഈ മെത്തേഡെല്ലാം യൂസ് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ സ്റ്റോറേജ് സ്പേസ് ഫ്രീ ആകുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗൂഗിൾ സ്റ്റോറേജ് സ്പേസ് ഫ്രീ ആക്കാൻ ഗൂഗിൾ ക്രോം എങ്ങനെ ക്ലീൻ ചെയ്യാം ഇതിനെക്കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.